മലപ്പുറം പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാർത്തയാണ്. ഇതിന് പ്രത്യേകിച്ച് വാർത്താ പ്രാധാന്യമൊന്നുമില്ല. ആനയുടെ ആക്രമണത്തിൽ മരിക്കുക എന്നുള്ളത് സ്ഥലവും മാറും, ആളുടെ പേരും മാറും, വാർത്ത ഒന്ന് തന്നെ. ആനയുടെ ആക്രമണത്തിൽ മരിച്ചു. ചിലപ്പോൾ നാട്ടാനയായിരിക്കാം, അല്ലെങ്കിൽ കാട്ടാനയായിരിക്കാം. ആ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി കാട്ടിലെ ആനകളുടെ ശല്യം കാരണം നമുക്ക് നാട്ടിൽ കടക്കപ്പുറതിയില്ല. ഈ കേരളം, കർണാടക, അതുപോലെ തന്നെ കേരളം, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു സൈഡ് ഫുള്ള് വനപ്രദേശങ്ങളാണ്. അവിടെ ഇഷ്ടം പോലെ ആനകളുണ്ട്. അപ്പം അവിടുന്ന് നമ്മൾ ക്ഷണിക്കാതെ തന്നെ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. മനുഷ്യർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു. അപ്പം അത് ആന സ്വയം ഇറങ്ങി വരുന്നതാണ്. നമ്മളാരും ക്ഷണിച്ചിട്ട് ആന വരുന്നതല്ല. ആന വരുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷേ ഉത്സവത്തിന് വരുന്ന ആന എങ്ങനെയല്ല. ഉത്സവത്തിന് വരുന്ന ആന, നമ്മൾ ആന എന്നെ നിർബന്ധപൂർവ്വം വിളിച്ചു കൊണ്ടുവരികയാണ് ഒരു പരിപാടിക്ക്, അല്ലേ? നമ്മുടെ ഒരു ആഘോഷ പരിപാടിക്ക് നമ്മൾ ആനേനെ നിർബന്ധപൂർവ്വം, ആനയ്ക്ക് നിങ്ങളുടെ ഉത്സവത്തിന് വരണമെന്നോ പങ്കെടുക്കണമെന്നോ ഒരു ആഗ്രഹവുമില്ല. നമ്മൾ അതിനെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ഒരു പരിപാടിയിൽ, ഒരു ഉത്സവ പരിപാടിയിൽ കൊണ്ടുവരുന്നു. അതുമാത്രമല്ല, യാതൊരുവിധ ഇത്രയും വലിയൊരു ജീവിനെ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട യാതൊരു സേഫ്റ്റി പ്രിക്കോഷൻസും പാലിച്ചിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആന ഒരു വന്യജീവിയാണ്. ഇറ്റ്സ് എ വൈൽഡ് ആനിമൽ. അതായത് നമ്മളെ പശുവിനെ പോലെയോ അല്ലെങ്കിൽ ആടിനെ പോലെയോ അല്ലെങ്കിൽ നായയെ പോലെയോ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി നമ്മുടെ മനുഷ്യരുടെ കൂടെ സേഫായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ജീവിയല്ല ആന എന്ന് പറയുന്നത്. ആന ഒരു വന്യജീവിയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ആനയുടെ ആക്രമണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആന വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നൊരു ജീവിയാണ്, അല്ലേ? നിങ്ങളൊരു തെരുവ് നായ നിങ്ങളെ കടിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു വാണിംഗ് ഒക്കെ തരും, 2 കൊലയൊക്കെ വരയ്ക്കും. പക്ഷെ ആനയ്ക്കാവുന്നില്ല. ആന വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. അതിന് മുന്നിൽ ഇപ്പം മനുഷ്യനാണോ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളാണോ ഒന്നുമില്ല, അടുത്തെറിയും അത്. അപ്പോൾ അപകടം ഉണ്ടാവും. ആന വൈൽഡ് ആനിമൽ എന്നതിലുപരി വെറൊരു വന്യജീവിയല്ല. ആന വളരെ വലിയൊരു ജീവിയാണല്ലേ, കരയിലെ തന്നെ ഏറ്റവും വലിയ ജീവിയാണ്. അപ്പം അതിൻ്റെ ചെറിയ ഒരു തുമ്പിക്കൈ കൊണ്ടുള്ളൊരു ചെറിയ അടി പോലും ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാം. അപ്പോൾ ആ ഒരു ജീവിനെയാണ് നമ്മൾ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഒരു സേഫ്റ്റി, ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ നമ്മളതിൻ്റെ വളരെ അടുത്ത് പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കുക. അതുകൊണ്ട് ഉത്സവം നടക്കണമെന്നും എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കണമെന്നും ഉള്ള ആഗ്രഹം നമുക്കാണ്. ആനയ്ക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് ആനയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ആളുകൾ കുറച്ച് സേഫായിട്ടുള്ള ദൂരത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.